ഹലോ, അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു പഴംപൊരി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം, പിന്നെ കുറച്ച് മൈദപ്പൊടി, 2 കോഴിമുട്ട, 2 ഏലക്ക, പിന്നെ കുറച്ച് റോസ്റ്റഡ് ആയിട്ടുള്ള സേമിയ. ഇതാണ് ആവശ്യം. എന്നിട്ട് മുട്ട നന്നായിട്ട് പൊടിച്ച് കലക്കുക. അതിലേക്ക് ഏലക്ക പൊടിച്ചതും കൂടി ചേർക്കുക. പിന്നെ നമ്മൾ 1.5 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പ്. എന്നിട്ട് നന്നായിട്ട് കലക്കിയെടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം എടുത്തിട്ട് ആദ്യം മൈദയിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം ഈ കലക്കി വെച്ചിട്ടുള്ള മുട്ടയിലും ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സേമിയയിലും ഒന്ന് മുക്കിയെടുക്കുക. അങ്ങനെ ഓരോ പഴംപൊരി അങ്ങനെ ആദ്യം നമ്മൾ റെഡിയാക്കി വയ്ക്കുക. അതിനുശേഷം നമ്മൾ പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പം നമുക്ക് നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പഴംപൊരി കിട്ടും. ഇതൊരു വെറൈറ്റി പഴംപൊരി ആട്ടോ. നമ്മൾ പഴംപൊരിയിൽ കഴിക്കുമ്പോൾ ഈ സേമിയ അതിൽ നന്നായിട്ട് കടിക്കാനൊക്കെ കിട്ടും. അപ്പോൾ ഒരു നല്ല ടേസ്റ്റുള്ളൊരു പഴംപൊരിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.